അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു ഋഷീസ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ട്രിപ്പായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഒപ്പം ഉണ്ട്. നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല. കാരണം മഴ ആയതുകൊണ്ട് അവരിനി കയറ്റുമോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ, അവിടെ ചെന്ന് എന്താണ് പ്ലാനിങ്, ഒരു പ്ലാനിങ്ങും ഇല്ല. പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മൾ, പ്ലാനിങ് ഇല്ലാത്തൊരു ട്രിപ്പ് അല്ലേ. പിന്നെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖം, സുഖകരം, ശാന്തം. മഴയാണല്ലേ, തണുപ്പാണ്. മഴയാണ്, തണുപ്പാണ്. എനിക്ക് ആകെ ഡൗട്ട് അവിടെ എത്തുമ്പോൾ നമ്മളെ കയറ്റോ ഇല്ലേ എന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു ഡൗട്ട്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എങ്കിൽ നമുക്ക് വർക്കല പിടിക്കാം. ഗോവയിലൊക്കെ പോയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്തില്ലല്ലോ. ഗോവയില് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗോവയില് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി, എൻജോയ് ചെയ്തു. ഈ മോഷണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ പരിപാടിയും ഉണ്ട്. നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. എന്നിട്ടും എനിക്ക് 1-2 അബദ്ധങ്ങൾ പറ്റി. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് എന്റെ ചാവിയൊക്കെ കളഞ്ഞുപോയി. അപ്പൊ റെന്റിനെടുത്ത ബൈക്കിന്റെ ചാവിയൊക്കെ കളഞ്ഞുപോയി. അത് കടലിൽ കളഞ്ഞുപോയി. അപ്പൊ പിന്നെ ഞാൻ കടലിൽ ചാവി പോയി. അങ്ങനെ കുറെ ഡിഫിക്കൽട്ടി എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ ട്രിപ്പിന്റെ ഭാഗമാണ്. നമ്മളൊരു ട്രിപ്പിൽ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ സ്ഥിരം സംഭവിക്കുന്നതാണ് ഈ ചാവി പോക്ക്. അവിടെ കാരണം ടൂറിസ്റ്റുകൾ വരും, ഇതുപോലെ റെന്റിന് വണ്ടി എടുക്കും, ചാവിയോ അല്ലെങ്കിൽ എങ്ങനെയാലും പോകും. അപ്പൊ ഒന്നിൽ കടലിൽ പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞു പോകും. അപ്പൊ സ്ഥിരം, അപ്പൊ അവിടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര മിനിറ്റ്, ഒരു 2 to 3 മിനിറ്റ്സിനുള്ളിൽ അവര് ചാവി ഉണ്ടാക്കും. അത്ര എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അവിടെ വണ്ടിയൊക്കെ മോഷ്ടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ഈ നിമിഷങ്ങൾക്കുള്ളിൽ അവർ ചാവി ഉണ്ടാക്കും. പക്ഷെ പൈസ മേടിക്കും കേട്ടോ. പൈസ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 രൂപയൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. പുള്ളി എന്റെ 800 രൂപ മേടിച്ചു. 800 രൂപ മേടിച്ചു. അത് ഞാൻ പിന്നെ സന്തോഷത്തോടെയാണ് കൊടുത്തത്. കാരണം ഒരു സിറ്റുവേഷൻ വന്നപ്പോ സഹായിച്ചല്ലേ, അറിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. ഇത് പറ്റിപ്പാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തത്. പക്ഷെ എനിക്ക് തോന്നിയ കുഴപ്പമില്ല, എന്നാലും ഒരു സിറ്റുവേഷൻ വന്നപ്പോ സഹായിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. നിനക്ക് ഐലൻഡിനെ പറ്റി എന്തൊക്കെ അറിയാം? എനിക്ക് ഈ ഐലൻഡ് കൊല്ലത്താണെന്ന് എനിക്കറിയാം. ഓക്കെ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ആരെങ്കിലും ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പോകുന്നത് കൊല്ലത്താണ്. അതൊരു ഐലൻഡ് ആണെന്ന് അറിയാം. വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് അറിയാം. 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തോണിയിൽ അവര് കൊണ്ടുപോകും. മറ്റേ വേറെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 400 രൂപ പെർ പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ നിന്റെ തോളിലിട്ട് ഞാൻ കാരണം പൈസ ഇല്ല എന്നുള്ളത് വലിയൊരു സംഭവമുണ്ട്. പിന്നെ നമുക്ക് നേരെ കടവിൽ പോയിട്ട് കടക്കാരോട് പോയി ചോദിക്കാം, എങ്ങനെയെങ്കിലും അപ്പുറത്ത് ആക്കി തരണം എന്ന് പറയാം. നോക്കാം, എന്തായാലും അവിടെ ചെല്ലുമ്പോ അറിയാം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ. ഇനി അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ കയറ്റോ ഇല്ലയോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ. അവിടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, നല്ല രസമുള്ള സംഭവങ്ങളാണ്. മാത്രം ഇപ്പൊ നമ്മള് സമയം എത്രയായി കാണും? ഒരു 10:52 അല്ലേ? 10:52 ആയി സമയം. നമ്മൾ അവിടെ എത്തുമ്പോ ഉച്ചയാവും അല്ലേ? ഒരു മണിക്കൂറകത്ത് എന്തായാലും എത്തുമായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ നേരെ വർക്കല പോകില്ലേ. ക്ലൈമറ്റ് ഓക്കെയാണ്. ക്ലൈമറ്റ് ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഈ മഴ സമയം വേണ്ടി ഇനിയിപ്പോ വെള്ളം എന്തെങ്കിലുമൊക്കെ കയറി കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. അവരിനി കൊണ്ടുപോകുമോ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു സംഭവമാണ്. എന്തായാലും നോക്കാം. അപ്പൊ നമ്മളങ്ങനെ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഉള്ളു, ഒരു 1 കിലോമീറ്ററും കൂടെ ഉള്ളു അല്ലേ? 1 കിലോമീറ്റർ ഇല്ല, എത്തി. ഐലൻഡിലോട്ട് കയറിയിട്ടുണ്ട്. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഇവിടെ റോഡ് ഭയങ്കര അത്യാവശ്യം നല്ല ഡ്രൈവ് ഉണ്ടല്ലേ. പിന്നെ മഴയായതുകൊണ്ടും ട്രാഫിക് ഉള്ളതുകൊണ്ടും കുറച്ച് ഡിലേ ആയി. നമ്മൾ പോലെ ചെറിയ ഇതേ ഉള്ളൂ. മറ്റേ കണ്ടലും ആർച്ചും എല്ലാം ഉണ്ട്. ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വെള്ളത്തിലൊക്കെ എവിടെയാണ്? അത് ഈ നമ്മളെ വള്ളത്തെ പോയെങ്കിലും ഇറങ്ങാൻ നോക്കും. കായലിന്റെ നടുക്ക് വെള്ളത്തിൽ പോയാൽ അവിടെ ഇറങ്ങാൻ പറ്റും. ഇറങ്ങാൻ പറ്റും.
അല്ലെ അവിടെ ചെന്നിട്ടും വള്ളത്തിൽ പോകണം. അവിടെ ഒരു മണിക്കൂർ 600 രൂപ. അത് അത്രയും ഭാഗം കാണാൻ പറ്റത്തില്ല, കുറച്ച് ഭാഗമേ കാണാൻ പറ്റും. ഇതിപ്പം കംപ്ലീറ്റ് ഫോട്ടോ എടുത്തെടുത്ത് പോവാം. ശരി പോയാലടാ മൊത്തത്തിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. കാരണം രണ്ടുപേരേ ഉള്ളൂ, നമ്മൾ അത്രയും പൈസയൊന്നും ഇല്ല. മഴയത്ത് നമ്മള് ചുമ്മാ ഇരുന്നപ്പോ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ അതിൽ കൂടുതൽ പൈസ തരും കാണുമ്പോ. വെള്ളത്തിലൊക്കെ ഇറങ്ങിയത് ശരിക്കും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എണ്ണ അടിച്ച് വന്ന ചുമ്മാ ഇരുന്നത് ഇറങ്ങിയതാണ്. വലിയ വെള്ളത്തിലാണ് പോകുന്നത്, അതൊരു വിഷമിക്കണ്ട. അടിപൊളിയായിട്ട് പോയിട്ട് വരാം. കുടയൊക്കെ തരാം, ലാക്കറ്റുണ്ട്, എല്ലാം ഉണ്ട്. അത് ശരി. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിക്കാം. അവിടെ ഹോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി ഹോട്ടലുണ്ട്, എല്ലാം കിട്ടും. ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, കരിമീനുണ്ട്. ഇവിടെ കൊണ്ടുവന്നിറങ്ങും. വണ്ടി കിടക്കുന്നിടത്ത് കൊണ്ടുവന്നു. എത്ര മണി? 2 മണിക്കൂർ. അതെ 2 മണിക്കൂർ കൊണ്ട് ഫോട്ടോ അടിപൊളിയായിട്ട് വരാത്തോ സുഖമായിട്ട്. അപ്പുറം നമ്മള് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ അമ്മാവന് തരുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാ ഭാഗവും കളിക്കാം, വന്നാൽ മതി. വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ ഇവൻ വിളിച്ചു വരുത്തിയതാണ്. അമ്മാവൻ നമ്മളെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇവിടെ പറഞ്ഞാ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെ പറഞ്ഞാ. ഇവിടെ വീഡിയോ ചെയ്യുന്നവരൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ സീസൺ ആണോ? ഇപ്പൊ സീസൺ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഐലൻഡിന്റെ ഉള്ളിലാണ്. പിന്നെ മാവൻ പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ട്, പക്ഷെ അവർ കുറച്ചുകൂടെ റേറ്റ് മേടിക്കും. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സന്തോഷമാകുക. പേര് പറഞ്ഞു ക്യാമറ. മോഹൻ. എത്ര ആളായി? ഞാനായിട്ടൊരു ഇന്നാളി തൊട്ടേ ഒരു 20 വയസ്സ് തൊട്ട് തുടങ്ങിയതാ. ഇവിടെ ബോട്ടിങ് തുടങ്ങിയിട്ട് 15 ദിവസമായിട്ട് ബോട്ടിംഗ് പരിപാടിയാണ്. ബോട്ടിംഗ് ഇവിടെ തന്നെ ഉണ്ട്. വീടെല്ലാം ഇവിടെ വീട്ടിലോട്ടാ പോകുന്നത്. ശരി. അപ്പൊ എല്ലാ പരിപാടി 15 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് അറിയാത്ത സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. കാണാത്ത ആൾക്കാരും ഇല്ല. ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം. അപ്പൊ കാണാത്ത ആൾക്കാരും ഇല്ല കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ. ശരി. മാവും 15 ഇതായി കേട്ടോ. 15 വർഷമായിട്ട് ബോട്ടിംഗ് പരിപാടിയുണ്ട്. ഇവിടെ തന്നെയാണ് വീടും കാര്യങ്ങളെല്ലാം. ഇതാണ് കേട്ടോ പുള്ളിയുടെ വീട്. ഇതാണ് കേട്ടോ. ഗൈസ്, പുള്ളി 15 വർഷമായിട്ട് ബോട്ടിംഗ് പരിപാടിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏകദേശം 20 വർഷത്തോളമായിട്ട് പുള്ളി ഇവിടെ തന്നെയാണ്. പുള്ളിയുടെ വീടെല്ലാം ഇവിടെ തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിനെയാണ് നമുക്ക് കിട്ടിയത്. നോക്കാം. പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് പുള്ളിയുടെ വീട് കേട്ടോ. പുള്ളിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ പോകുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം. ചേട്ടാ നമുക്ക് ജാക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടേ. ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ട് നമുക്ക് ജാക്കറ്റ് ഇടാം. എൻ്റെ ജാക്കറ്റ് ഇതാണ്. എൻ്റെ ജാക്കറ്റ് എനിക്ക് ഓറഞ്ച് കളർ ജാക്കറ്റാണ് കൈസ് കിട്ടിയത്. എനിക്ക് ഏത് കളർ? അളിയൻ മിലിറ്ററി ജാക്കറ്റാണ് അളിയന് കിട്ടിയത്. ആവശ്യം അളിയാ നീന്താ അറിയാലോ നിനക്ക്. എവന് നല്ലോണം നീന്താ അറിയാം. എനിക്ക് ആ ഒരു ധൈര്യമാണ്. നീന്താ അറിയാന്നുള്ളൊരു. നീ എന്നെ രക്ഷപ്പെടുത്തുമല്ലോ അല്ലേ? വിസിലുണ്ട്. എന്തെങ്കിലും സീൻ ആയി കഴിഞ്ഞാൽ വിസിൽ ഊതാൻ നമുക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എങ്ങനെയുണ്ട് മഴയൊക്കെ വരുമ്പോ? എങ്ങനെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്? ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം തലക്കകത്ത് കേറിയിട്ടില്ല. ഇറങ്ങി അങ്ങ് പോകും. പിന്നെ അതുപോലെ കിടന്നെയായിരുന്നു. പിന്നെ വേലിയേറ്റം വന്ന് കയറും. ഞങ്ങള് പിന്നെ പൊക്കി എടുക്കും. പിന്നെ ആരും പൊക്കത്തില്ല. എല്ലാ ആൾക്കാരൊക്കെ വരും ഇവിടെ. എങ്ങനെ ഇഷ്ടംപോലെ ഇപ്പൊ പുതിയ വള്ളം വെച്ചപ്പോ ഇറങ്ങാൻ പറ്റിയില്ല. കൊണ്ടുപോയ വള്ളമല്ല അത്. ശരി. അപ്പൊ വേറൊരു വള്ളം വെച്ച് പുതിയ വള്ളത്തിലാണ് മക്കളെ. അപ്പൊ പണി തീർന്നു വന്നപ്പോഴേ ഞങ്ങൾ കോട്ടം
ഏപ്രിൽ മാസത്തിലും സീസൺ സീസൺ സമയമാ വള്ളം വെച്ചത്. ശരി ബുദ്ധിമുട്ടുണ്ട്, അതങ്ങ് മാറും. അതെ ശരിയാവും. അതെ ഉള്ളു മോനെ. ഓക്കെ. ഇതാണ് നമ്മളെ ബോട്ടല്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ വള്ളം ഗൈസ്. നമുക്ക് പുതിയ വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെള്ളം. ഹായ്. അതിന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. പൊളി. രണ്ട് മണിക്കൂർ കൊണ്ട് കറങ്ങി വരണേ. പൈസ കൂടുതൽ മേടിക്കും. കാണാൻ പറ്റത്തില്ല. പിന്നെ അമ്മ അങ്ങ് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം അങ്ങനെ. നമ്മളെ ഈ ട്രിപ്പിന്റെ കാര്യമെല്ലാം മാമനെ പറഞ്ഞിട്ടുണ്ട്. മാമൻ പറഞ്ഞു എല്ലാ ഏറ്റിലുണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ടുപോവാണ്. 2 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ മോനെ. പിന്നെ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഐശ്വര്യം ഞങ്ങൾക്ക്. നമുക്ക് നോക്കാം എന്താവും. അതെ, ഫോട്ടോ എടുക്കാൻ ആ 2 മണിക്കൂർ കൊണ്ട് എത്തത്തില്ലെന്നാണ് പറയുന്നത് കേട്ടാ. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ആവണം. അതാണ് നമ്മൾ തോട്ടിക്കുടി പോകും. നമ്മള് തോട്ടിക്കുടിയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ കായലോട്ട് കയറി. അതെ, ഇതൊക്കെ വളരെ നാരോ ആയിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോവാൻ. ചെറിയ നമ്മളെ കുഞ്ഞു തോട്. നേരത്തെ മോഹനം മാമന്റെ കൂടെയാണ് പോകുന്നത്. വളരെ ചെറിയ, അതായത് വളരെ ചെറിയൊരു തോട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് പുള്ളി. വലിയ തോട്ടിലോട്ട് ഇറങ്ങാൻ പോവാണ് പുള്ളി. നന്നായിട്ട് തുഴയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 10 പേരെ കൊണ്ടുപോകാം. 9 പേർക്കുള്ള പേപ്പറുണ്ട്. ഒരാളെ കൂടെ അധികം കൊണ്ടുപോകാം. പേപ്പറൊക്കെ ഉണ്ടല്ലേ? ഇത്ര പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ടൂറിസ്റ്റ് വകുപ്പിൽ എടുക്കണേ. ടെന്നിരിപ്പുണ്ടോ അവിടെ? ടെന്നിരിപ്പുണ്ടോ? ടെന്നില്ലല്ലോ. ഉണ്ടോ? എന്ത് പറ്റി? ഉണ്ടോ? പേപ്പർ ഉണ്ടല്ലേ? ആ പേപ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും പോലെ അല്ലേ സംഭവം. ബോട്ട് ചുമ്മാ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ കോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പേപ്പർ. ടൂറിസ്റ്റ് ഷോപ്പിന്റെ അത് മോഹൻദാസ് പുള്ളിയുടെ പേരും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ പാടല്ലേ? ഒന്നുകൂടെ പാടൂ. ഒന്നുകൂടെ പാടല്ലേ? ഒന്നുകൂടെ പാടൂ. ഒന്നുകൂടെ പാടിക്ക. മാവ ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടിക്കേ. പാട്ട് പാടാൻ അറിയാമോ? ഷാപ്പിലൊക്കെ പോയിരുന്ന് പാടോ? അടിച്ചാലേ പാടാം. എങ്ങനെ കഴിക്കോ? കഴിക്കും. നമ്മള് ബോട്ട് തീർന്നിട്ട് അത് സ്വസ്ഥമായിട്ട് അല്ലേ? അല്ലാതെ പോയാൽ പിടിക്കും നമ്മള്. അതെ. ഓ ശരി. അപ്പൊ നമ്മള് പോകുന്ന സമയത്ത് ചെക്കിംഗ് ഉണ്ടോ? പോകുന്ന വഴിക്ക് ചിലപ്പോ ചെക്കിംഗ് ഉണ്ട്. ലാക്കറ്റൊക്കെ ഇട്ടില്ലേ? ഓ അങ്ങനെയുണ്ട്. 1000 രൂപ ഫൈൻ അടിക്കും. ഓ അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ? അപ്പൊ ഇത് ആരും ഇല്ലാത്തൊരു സംഭവം എന്ന് വിചാരിക്കരുത് അല്ലേ? എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. അതെ. ടൂറിസ്റ്റ് മേഖലയില്ലേ? കണക്കിൽ കൂടി ആളിനെ കൊണ്ടുപോകത്തില്ല. ഇടയ്ക്ക് ചെക്കിംഗ് ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഓ ശരി. ഒരാളെ എക്സ്ട്രാ കയറ്റുമ്പോ അങ്ങനെ പറയൂല്ലേ? പിന്നെ എല്ലാവർക്കും ലാക്കറ്റ് വേണം. ഒരു ലാക്കറ്റിന് 850 രൂപ വിലയാ ഒരെണ്ണത്തിന്. പഴയ നിയമമൊന്നുമല്ല, പഴയ നിയമം എല്ലാം പോയി. ശരി. നല്ല സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ അടുത്തടുത്ത് വീടുകളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. പേടിക്കണ്ടെന്ന് പറ. വന്നു കഴിഞ്ഞു ചെല്ലുന്നിടം വരെ
കുറെ ഭാഗമേ ഉള്ളൂ, ചില പല ഭാഗം കൊഞ്ചുകുളവാ, ചെമ്മീൻ വളർത്ത്. ആ അത് കാണാൻ പറ്റുമോ നമുക്ക്? കാണാം. ആ ചെമ്മീനൊക്കെ വളർത്തുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ എത്ര ആഴുണ്ടാവും? ഒരു 5 അടി വെള്ളം വീണാലും ഇപ്പൊ പ്രശ്നമില്ലല്ലേ, പക്ഷെ വെള്ളം അത്ര ചതുപ്പുണ്ടോ? വെള്ളം ഈ കിഴക്ക് മഴ പെയ്ത വെള്ളം കലക്കല്, ഇത് കണ്ണുനീര് പോലെ. അപ്പൊ വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. താഴെ ചതുപ്പുണ്ടോ? ചതുപ്പുണ്ടാവും അല്ലേ? ഗായ്സ് മഴ പെയ്യുന്നു ഗായ്സ്. അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ. അയ്യോ ഗായ്സ് നല്ല മഴയാണ് കേട്ടോ. ഒമ്മോ, പക്ഷെ നല്ല ഫീലാണ്. അടിപൊളിയാണ്, അടിപൊളി. ഓ ക്യാമറയൊക്കെ ഫുള്ള് നനഞ്ഞു കേട്ടോ. ആ നല്ല മഴ. അല്ല വരണമെങ്കിൽ മഴയത്ത് വരണം അല്ലേ? നമ്മുടെ ഐഡിയ എങ്ങനെയുണ്ട്? നമ്മുടെ ഐഡിയ വളരെ മികച്ചൊരു ഐഡിയ ആയിട്ട് മാറിയിരിക്കും. മഴയത്ത് വരണം. കിട്ടില്ല, കിട്ടില്ല സ്പോട്ട് കേട്ടോ. ഓ മഴയത്ത് ഇതുപോലെ പോകുന്നൊരു വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോ നമ്മളീ പ്ലാൻ ചെയ്ത് വരരുതെന്ന് പറയുന്ന ഇതാണല്ലേ. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ വന്നതാണ് കേട്ടോ. പക്ഷെ നല്ലൊരു ഫീല്. ഫോട്ടോ എടുക്കാം. വെള്ളം കയറിയാലോ? ആണല്ലേ, നമ്മള് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോരിക്കളയും അല്ലേ? ആ പാലമുണ്ട്, പാലം ഇവിടെ പാലമുണ്ട്. നിക്കരുത് നമ്മള്. തടിയൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണം. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ പോലീസ് അടിക്കോ? നമുക്കിപ്പോ പോകുമ്പോഴത്തേക്കും പോലീസ് പിടിക്കുമെന്നാണ് കേട്ടോ പറയണേ. അറിഞ്ഞൂടെ, വേറൊരു മാമൻ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. പുള്ളി പോയപ്പോൾ പോലീസ് പിടിച്ചു, 3 വള്ളം പിടിച്ചിട്ടിട്ടുണ്ടെന്ന് പറയണേ. അറിഞ്ഞൂടെ ഇനി എന്താവുന്നു. പോയി നോക്കാം. ഇതല്ലാതെ വേറെ വഴിയില്ല ചേട്ടാ. ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ. അവന്മാർക്ക് അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നല്ലേ. എന്താ മഴ ആയതുകൊണ്ടാണോ? ആ അതെ, ചുമ്മാ നമ്മുടെ വയറ്റത്ത് അടിക്കാൻ വേണ്ടി അല്ലേ? അതെ, ഇറങ്ങി എത്ര വെള്ളമല്ലേ ഉള്ളൂ. ആ മുഖ്യമന്ത്രി വിളിപ്പിക്കാം. പേപ്പറെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അല്ല നമുക്ക് പെർമിറ്റ് ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? പെർമിറ്റ് ഇല്ലാതെ പോകുന്നവർക്കാണ് പ്രശ്നം. നമുക്കൊരു ദിവസം എല്ലാ കൂട്ടുകാർക്കായിട്ട് ഒരു ദിവസം വരണം.
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഴയത്ത് പറഞ്ഞു നല്ല രസമുണ്ട്. മഴയത്ത് വരുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഒരു ഫീലാണ്. കൊണ്ട് മുക്കി കൊല്ലണം. അത് ശരി. അപ്പൊ നമ്മള് ഒരു വള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മാക്സിമം ഓട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ അതിന് വരും. അപ്പോൾ നമ്മൾ പിന്നെയും പണിക്ക് കയറ്റി അത് ക്ലിയർ ആയത് പിന്നെ ഓഫീസർ വന്നിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് വേണം പിന്നെയും വെള്ളം ഇറക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പെറ്റി കിട്ടിയാട്ടാ? പിന്നെ 3 വള്ളത്തിനടിച്ചു. ആള് തിരിച്ചു വരുന്നത് അവിടെ കിടക്കോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ വയറ്റത്തടിക്കുന്നതാണ് പറയാം അല്ലേ? സത്യം. ഇവിടെ ജോലി ചെയ്യുന്നവന്മാരെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു ഇത് വലിയ ആഴം എന്നുള്ള ഒരു സ്ഥലമല്ല. എന്തിനാണ് എല്ലാരും താഴ്ച എന്ന് പറഞ്ഞ സാധനമില്ല. എന്നിട്ടും ഇങ്ങനെ ഫൈനൊക്കെ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് കണ്ട ഒരു ഫോട്ടോ ഒന്ന് എടുത്തു. എവിടം വരെ പോയി? അവർ ഉടനെ പോകാനുള്ള ഇതുണ്ടോ? അതറിയാനൊക്കത്തില്ല. ഇതിൽ മീനുണ്ടോ? ഇതെല്ലാം ചെമ്മീൻ വളർത്താ. ഇതുണ്ടോ എവിടെ? ആ, ഇത് ചെമ്മീൻ കെട്ടാണല്ലേ? ഓ, ചെമ്മീൻ കെട്ടാണ് കേട്ടോ. ഓൺലൈനൊന്നും അടയ്ക്കാൻ പറ്റൂല. അടയ്ക്കത്തില്ല. ഓൺലൈൻ വഴി അടയ്ക്കാൻ ഒക്കത്തില്ല. നമ്മൾ പെറ്റി നമ്മൾ അടച്ചിട്ട് നമ്മുടെ നമ്പർ നമ്മുടെ മൊബൈലെല്ലാം അവിടെ എല്ലാ റെക്കോർഡും സ്റ്റേഷനിലുണ്ട്. നമ്മുടെ നമ്പർ വെച്ച് വിളിച്ച് പറയുക എത്ര രൂപ അടച്ചൊക്കെ. അപ്പൊ കോടതി തന്നെ പോണം. കോടതി തന്നെ പോകും. ഓ, ഈ ബോട്ടിൽ നമ്പർ ഉണ്ടല്ലേ? ആ നമ്പർ വെച്ചിട്ട് നമ്പറുണ്ട്. വണ്ടിയുടെ കണക്കെ എല്ലാം അതുപോലെ തന്നെ എല്ലാ ഐറ്റവും ഉണ്ടോ? അതൊക്കെ ബുദ്ധിമുട്ട്. രക്ഷപ്പെടാക്കത്തില്ല. ഒരു അബദ്ധം കാണിച്ചാലേ നമ്മുടെ ആലപ്പുഴ ബോട്ട് മുങ്ങിയവരാ നമ്മുടെ മിക്കേണ്ട ജോലിയാ. ഒരു അപകടം നമ്മള് വള്ളത്തെ കൊണ്ടുപോയി മരിച്ച നമുക്ക് ജാമ്യം പോലും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വെള്ളം മറിയ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇമാരി കാരണം നമുക്ക് പോവാനും പറ്റത്തില്ല. കൊഞ്ച് മേടിക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊഞ്ച് മേടിക്കാം. മാമന്റെ കൊഞ്ചൊക്കെ മേടിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളു വെള്ളം. ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി അവന്മാര് വിടണ്ടേ? ഗൈസ് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞില്ലേ പോലീസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പോലീസ് അവിടെ നിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സംഭവം അങ്ങോട്ട് കടത്തി വിടുന്നില്ല അവർ. കാരണം വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. ഗൈസ് ഒരുപാട് ആഴവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും സേഫ്റ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങോട്ട് കടത്തി വിടാത്തത്. നമുക്കങ്ങനെ മെയിനായിട്ടുള്ള സ്പോട്ടിലൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നു. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ മോനും അവന്റെ വീട്ടിലാണ് കേട്ടോ. മാമനാണ് നമ്മളെല്ലാം കൊണ്ട് കാണിച്ചത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറച്ചൊരു നല്ല കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അങ്ങോട്ട് കായലിന്റെ അകത്തോട്ട് പോകാൻ പറ്റിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാമൻ എല്ലാം നമുക്ക് കാണിച്ചു തന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാമന്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും ഇതുപോലെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഈ ഒരു ഇതാണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവർ വലിയ കൂടിയാണ് നമ്മളെ വരവേറ്റതും അല്ലെങ്കിൽ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ. വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോനെ തന്നെ വിളിക്കണം. കാരണം അവർ വളരെ നല്ല ആൾക്കാരാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങളെ സേഫായിട്ട് കൊണ്ടുപോയി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെ ആയിരുന്നു. പക്ഷേ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ കാലാവസ്ഥയുടെ ഒരു ഇതുകൊണ്ട് അവരങ്ങോട്ട് കടത്തി വിട്ടില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴും എന്തായാലും മോന്റെ അടുത്ത് തന്നെ വരും, അത് ഉറപ്പാണ്. ശരി.
അപ്പൊ എക്സ്ട്രാ വെള്ളം ഇപ്പൊ ഗ്രൂപ്പായിട്ടാണെങ്കിലും വരാൻ കേട്ടോ. ഗ്രൂപ്പായിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ലാഭം. അതാണ് കാരണം നമ്മൾ മണിക്കൂറിന് 400 വാങ്ങിക്കുന്നത്. 500 വാങ്ങിക്കും, 500 രൂപ മേടിക്കും. നമുക്കായതുകൊണ്ട് 400 രൂപ മേടിക്കുന്നതാണ് ഈ പറഞ്ഞത് കേട്ടോ. 500 രൂപയാണ് മണിക്കൂർ വാങ്ങിക്കുന്നത്. എന്നാലും നിങ്ങൾ വരുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് വരാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും വരുന്ന സമയത്ത് ഇവിടെ തന്നെ വരിക. അവർ നന്നായിട്ട് പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കൊഞ്ചും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് മേടിച്ചു തരും. കക്ക എല്ലാമൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഇന്നൊന്നും മേടിച്ചിട്ടില്ല. എല്ലാ സാധനം നല്ല ഫ്രഷ് സാധനം മേടിക്കാൻ കിട്ടും. ഇന്നും വില കുറവായിരുന്നു, നല്ല വില കുറവായിരുന്നു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ, നിങ്ങളെ കണ്ടതും സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ശരിയാവും. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി. നല്ല നല്ല ആൾക്കാരാണ്. ബുക്ക് ചെയ്ത് വന്നേന്ന് പറയാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് ബുക്കിങ്ങിന് എങ്ങനെയാ ചെയ്യേണ്ടത്? ബുക്കിംഗ് നമ്മള് വിളിച്ചു പറഞ്ഞാൽ മതി. വന്ന് ബോട്ടിൽ ചോദിക്കുന്നവരോട് ബുക്ക് ചെയ്ത് വന്നേന്ന് പറഞ്ഞാൽ മതി. ഓ ശരി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവര് വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ പിന്നെ അവര് ശല്യം ചെയ്യത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് നിങ്ങളെ വിട്ട് മാറത്തില്ല. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ മോനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡീലിംഗ് ആണ്. നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങളെ എല്ലാവരെയും കൊണ്ട് കാണിക്കുമ്പോൾ മോനെ തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്പറെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ എന്തായാലും എനിക്ക് പരിചയമുള്ള എല്ലാവർക്കും ഞാൻ റെഫർ ചെയ്യും ഉറപ്പായി കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വരവിൽ കാണാം. ഓക്കെ ശരി. തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചെറിയൊരു ഇത് പറ്റി എല്ലാം ഇപ്പോൾ. അപ്പം അത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ അങ്ങോട്ട് കടത്തി വിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ആദ്യമേ തോന്നിയിരുന്നല്ലേ വിടോ എന്നുള്ള ഒരു ഇത്. പക്ഷെ നമ്മൾ കണ്ടു, എൻജോയ് ചെയ്ത്. പുള്ളി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. പുള്ളി നല്ല ഡീലിംഗ് ആണ് പുള്ളി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിയെ തന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാം കൊണ്ട് കാണിച്ചു തരും. അത്യാവശ്യം ഇപ്പം മണിക്കൂറാണെങ്കിൽ ഇവിടെ പൈസ മേടിക്കുന്നത്. പുള്ളിയാണെങ്കിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് തരുകയും ചെയ്യും. നല്ല മനുഷ്യനാണ്. പിന്നെ അവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. കുടുംബത്തിലെ ഏക വരുമാനം എന്ന് പറയുന്നത് ആ ബോട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റി. ഈ മഴയത്തൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. വെയിലത്ത് വന്നിട്ട് കാര്യമില്ല. ശരിക്കും ഒരു ആമസോൺ കാട്ടിക്കൂടി പോകുന്ന ഒരു ഫീൽ അല്ലേ? ഒരു വല്ലാത്തൊരു ഫീൽ. അത് ഈ മഴയും കൂടെ വരുമ്പോൾ ആ വെള്ളത്തിന്റെ ഇതും ആ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ല ഫീൽ കിട്ടുന്നു. നല്ലൊരു ഫീലായിരുന്നു. അല്ലെങ്കിൽ രാവിലെ വരണമെന്ന് പുള്ളി രാവിലെ വരണമെന്ന്. എന്തായാലും നല്ല ദിവസമായിരുന്നു. നമ്മളിനി ഇവിടെ നിന്ന് നേരെ വർക്കലയിലോട്ട് പോവുകയാണ്. പിന്നെ വർക്കല ചെന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ? അവിടെയും ഗാർഡുണ്ട്. അവിടെ ഗാർഡുണ്ട്. ശരിയാണ്, നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വർക്കല ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയും കേട്ടോ വർക്കല. നമ്മളവിടെ എത്തി. നമ്മൾ നേരെ നോക്കിയപ്പോഴത്തേക്കും മുകളിൽ 2 മെക്കാവോ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ കൂടുതലായി ആ സാധനം. ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിളിക്കുകയാണ് കേട്ടോ. ചെറിയ മഴയുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വർക്കല ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയായിരുന്നു. ഫുഡ് കഴിച്ച് എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ വന്നപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ പെയ്തിട്ട് കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അല്ലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഇറങ്ങി വേണമെങ്കിൽ കാലൊക്കെ വേണമെങ്കിൽ ഒന്ന് നനയ്ക്കാം. ഓക്കെ, ഇവിടെ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചെറിയൊരു ശബ്ദം കൊണ്ട് മൈക്കൊന്നും ഇല്ല.
എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. നമുക്ക് നല്ലൊരു കോണ്ടാക്ട് കിട്ടി കേട്ടോ. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളീനെ പരിചയപ്പെടാൻ പറ്റി, പിന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, പിന്നെ ഇത് ഇവിടെ വരാൻ പറ്റി. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല പൊറോട്ടയും ബീഫും കഴിച്ചു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ലീവ് എടുത്ത വെറുതെ ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ആൻഡ് എൻജോയ്. നമ്മൾ ഓരോ ദിവസം അടിച്ചു പൊളിക്കുക, പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കുക. അത്രേ ഉള്ളൂ.